ഏതാണ് ഒരു മഞ്ഞ ആഫ് സാരി? പടക്കോണെന്നാ തോന്നാ കേട്ടാ. മുട്ടി നോക്കാം. എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണേ? ബസ്സകത്ത് നിക്ക. മണി 11:30 ഇവിടുന്ന് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു. രാവിലത്തെ ഫസ്റ്റ് ബസ് കിട്ടിയാലും മതിയായിരുന്നു. ഇവിടെ ലോഡ്ജ് വല്ലതുണ്ട്? ഇവിടെ ശ്രീകൃഷ്ണൻ. അതിപ്പോ ഇന്ന് മടക്കാണ്. അതെന്താ? അതിന്റെ മുതലാളി മരിച്ചുപോയി. ഞാനിപ്പോ കണ്ടതാണല്ലോ. അത് ഓണർ അല്ലടാ മണ്ട. ശരിയാട്ടാ. നിനക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞു കൂടണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റു. എന്റെ വീടത്തെ തൊട്ടടുത്താ. ചേട്ടന്റെ വീട്ടില് അസൗകര്യം വല്ലതും? ഒരു അസൗകര്യം ഇല്ല. ഞാൻ ബാച്ചിലറല്ലേ, പിന്നെ അറ്റാച്ചഡ് മാത്രമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളാ? ഈ ഞാൻ കൂടി ഉള്ളപ്പോളാ. എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം. നീ ധൈര്യമായിട്ട് വാ. ഇന്ന് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ. എന്താ? ഗണേശ, നീ വിട്ടോ. ഞാൻ ഇവിടെ കിടത്തി ഉറക്കിയിട്ട് രാവിലെ വരാം. ചേട്ടാ പോലെ പുലിവാലായാല? എന്ത് പുലിവാലി? ഞാൻ അവളെ കെട്ടാൻ പോണൊന്നുമില്ല. അതല്ല, കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവിടെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയെന്ന്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റണില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല? എന്നാ ഞാനും വരട്ടെ. അയ്യടാ, മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. എനിക്ക് പ്രായമൊക്കെ ആയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. എന്റെ കാര്യം പറയണം കേട്ടോ. കുളിച്ചിട്ട് വരാട്ടാ. വണ്ടിയുടെ പുറകിലേക്ക് കയറിക്കോ. ശരി, ഓക്കെ. നീ ഇവിടെ എന്തിനു വന്നതാ? ഉത്സവത്തിന് വന്നതാ. എന്താ നിന്റെ പേര്? സുഹാസിനി. ആഹാ, നല്ല പേര്. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും ചേട്ടനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഉത്സവത്തിന് ഒരു സാരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏത് നിറമാണ് നിനക്ക് ഇഷ്ടം? വെള്ള. എനിക്കും. ചില സിനിമയിലൊക്കെ വെള്ള സാരിയെ കൊടുത്ത് ചില പ്രേതങ്ങൾ വരുന്നത് കാണാൻ എന്ത് രസമെന്നാ. വെള്ള സാരിയെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി വന്നാ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കല്യാണം കഴിക്കാൻ തോന്നും. സമയം കളയണ്ട, വേഗം പോ.